എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചുരി ബോട്ടമാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം തുണി ഒന്ന് മടക്കുന്നു, ഇതുപോലെ ഒരു നേരെ തന്നെ ഒന്ന് മടക്കുന്നു. അതിനുശേഷം അതിങ്ങനെ ക്രോസ് ആയിട്ട് ഇതുപോലെ മടക്കിയിടണം. അപ്പോൾ നമ്മൾ ഈ പീസെല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് കാലിന് 5.5 ഇഞ്ച് വണ്ണം ആയിട്ടുണ്ട്. 5.5 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽത്തും 1 ഇഞ്ച് ഇടണം. അങ്ങനെ 6.5 ഇഞ്ച്. ചുരി ബോട്ടം ആയതുകൊണ്ട് പരമാവധി എന്തേലും ഇറക്കം കിട്ടുമോ അത്രയും ഇറക്കം തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ കൊണ്ട് ഒരു വിരിവ് 14.5 ഇഞ്ച് ഈ പീസിന് ഇവിടെ വിരിവ് വരണം. 13-14 ഇഞ്ച് വരുന്നത് വരെ ആവശ്യത്തിന് തുണി ഉണ്ടെങ്കിൽ മുകളിലേക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണ്ട. ആവശ്യത്തിന് തുണി ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. 42 ഇഞ്ചാണ് ഇവിടെ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. 42. ഇത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 42 രീതി വരുന്ന രീതിയിലാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. 14.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് താഴേക്ക് 10 ഇഞ്ച് അടയാളപ്പെടുത്തണം. അണ്ടർ അടയാളപ്പെടുത്തുന്നത് ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തും നമ്മൾ ആ 14.5 ഇഞ്ച് വരുന്ന രീതിയിൽ വിരിവ് നമുക്ക് 14.5 ഇഞ്ചാണ്. 14.5 ഇഞ്ച് വരുന്ന രീതിയിൽ അവിടെ ഒരു അടയാളം കൊടുക്കാം. 10 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നിടത്തേക്ക് ഇങ്ങനെ നമുക്ക് ഒരു വര വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഈ താഴേക്ക് നമ്മളിവിടെ കാലിൻ്റെ വണ്ണം അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഒരു വര കൊടുക്കാം. ഇതാണ് വരുന്ന വര. പക്ഷേ ഇവിടെ നിച്ചിരി ഉള്ളിലേക്ക് ഇതുപോലെ ഉണ്ട്. കാലിനൊക്കെ ഒത്തിരി വണ്ണം ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് ചെയ്യുക. കുറവാണെങ്കിൽ കാലിന് വണ്ണം കുറവാണെങ്കിൽ ഒത്തിരി വണ്ണത്തിലിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്ക് ഈ പീസ് കട്ട് ചെയ്യും. അങ്ങനെ അവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു കട്ട് കൊടുക്കാം. അത് എന്തിനാണെന്ന് വെച്ച് തയ്ച്ച് വരുമ്പോൾ പാൻറ്റിൻ്റെ ഭാഗങ്ങൾ ഒരു സൈഡിലായിട്ട് ഇരിക്കരുത്, എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതിന് അകത്ത് നമ്മളിങ്ങനെ വെട്ടി വന്നപ്പോൾ ഇതിനകത്ത് പീസ് ഉണ്ടോ നമ്മൾ നോക്കണം. ഇതുകൊണ്ട് ഇവിടെ ഈ മൂല വന്നിടത്ത് ഉണ്ട്. ഇവിടെ ഇച്ചിരി പീസിൻ്റെ കുറവുണ്ട്. നമ്മൾ അതിനൊരു പീസ് നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ചെറിയ ക്യാറുള്ളിടത്ത് കൂടുതൽ ഇറക്കം കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ വേറെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അടിച്ച് കഴിയുമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അടിഭാഗം വെട്ടിയതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന തുണിയാണ് ഇത്. തേരുവശം വരുന്ന ഭാഗം ഇതുപോലെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. 2 പീസാണ്. 2 പീസ് 2ആയിട്ട് മടക്കി അങ്ങനെ 4 പീസ് വരും. അതിലൊരു പീസ് 12 ഇഞ്ച് ഇറക്കവും എടുക്കണം. 7.5 ഇഞ്ച് ഇറക്കം എടുക്കുമ്പോൾ നമ്മളിതിന് പീസ് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് അതാ 12 ഇഞ്ച് ഇത് ഇങ്ങനെ തന്നെ വരയ്ക്കണം. എന്നിട്ട് ഇവിടെ ആ 12 തന്നെ അടയാളപ്പെടുത്തണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മളൊരു ചെറിയ പീസ് വെച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഒരു ക്രോസ് വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തുണി തികയാതെ ഒന്നായിട്ട് എടുക്കാൻ തികയാത്തത് കൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊരു വള്ളി 1.5 ഇഞ്ച് വീതിയിൽ വള്ളി എടുത്തിട്ടുണ്ട്. ഇത് തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.